ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ നമുക്കിന്ന് പട്ടാണിക്കടല വറക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കത്തില്ലേ, നല്ല പച്ച കളറിൽ അത് കളറ് ചേർക്കുന്ന, അത് പച്ച കളറ് ചേർക്കുന്നതാണ്. നമുക്കത്രയും കളറൊന്നും കിട്ടത്തില്ല, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അപ്പോഴതിനായിട്ട് വേണ്ടുന്നത് ഗ്രീൻ പീസാണ്. ഞാൻ കുറച്ച് ഗ്രീൻ പീസ് 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കുവാണ്. എന്നിട്ട് ഈ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോട്ടൺ തുണിക്കകത്ത് ഒന്ന് കിഴി പോലെ ഒന്ന് കെട്ടി ഒന്ന് വെക്കുമ്പോഴത്തേന് ഇതിൻ്റെ വെള്ളമെല്ലാം നല്ലപോലെ അങ്ങ് വാർന്നു പോവും. പിന്നെ വെള്ളം നനവ് കാണത്തില്ല. അങ്ങനെ വെള്ളം നനവില്ലാതെ എടുത്ത് വെച്ചേക്കുന്ന ഗ്രീൻ പീസാണ് ഇത്. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് വറുത്തെടുക്കാം. പട്ടാണിക്കടലയൊക്കെ വറക്കാനായിട്ട് ഞാൻ എണ്ണ അടപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് കോരി ഇട്ട് കൊടുക്കാം. ഇതുപോലൊരു ചെറിയ തവി വെച്ച് ഇങ്ങനെ കോരിയിടാമെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കത്തില്ല. ഇതിന് വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ടേ പടപടാന്ന് പൊട്ടും. അപ്പോൾ ഇതുപോലെ കുറേശ്ശെയായിട്ട് ഇതുപോലെ ഇങ്ങനെ കോരി വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. കുത്ത് വരുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടും. അപ്പോൾ അതുണ്ടാവാതിരിക്കാനായിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ചെറിയ തീയിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാനായിട്ട്. തീ കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോഴേ ഗ്രീൻ പീസൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. നമുക്ക് അടപ്പ് തുറന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ഒന്നും കൂടെ അരച്ച് വെച്ചേക്കാം. 5-6 മിനിറ്റൊക്കെ ഇങ്ങനെ മൂപ്പിക്കുമ്പോഴത്തേനും നല്ലപോലെ മൂത്ത് വരും. ഇപ്പം നല്ല കിളിയില്ല എന്നുള്ള സൗണ്ട് കേൾക്കുന്നില്ലേ? അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കോരി മാറ്റാം. നമ്മളിങ്ങനെ തുറന്നിട്ട് ഇളക്കുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിക്കണം. ഇത് പൊട്ടി പുറത്തൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ദൂരോട്ട് മാറിയെന്ന് ഇളക്കണം. തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ദൂരോട്ട് മാറിയെന്ന് ഇളക്കണം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് എല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോഴേ നമ്മുടെ ഗ്രീൻ പീസ് വറുത്തതിനകത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി വറുത്തിടാം. അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നീരാണ് ഒഴിച്ചത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടി ഒരുപാടങ്ങായി പോകരുത്, ചെറിയൊരു എരിവ് മതി. അപ്പോഴേ നമ്മൾ ടേസ്റ്റിയായി പട്ടാണിക്കടല വറുത്തേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.